നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 ബുധനാഴ്ചയാണ്. ആദ്യം ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇൻഡെക്സുകളിൽ പ്രധാനപ്പെട്ട ഇടിവ് രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. കൂടാതെ ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷമാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയും അതിനുശേഷം യുഎസിന്റെ ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ RBIയുടെ ടാർഗറ്റ് പരിധിക്കും താഴെയായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് S&P 500ഉം നാസ്ഡാക്കും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നതോടെ അത് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ നല്ല നേട്ടത്തിൽ US മാർക്കറ്റുകൾ ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ ഡൗ ജോൺസ് 1.1%, S&P 500 1.13%, നാസ്ഡാക്ക് 1.39%മാണ് ഉയർന്നത്. ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. പ്രധാനപ്പെട്ട കാരണമായി നോക്കുകയാണെങ്കിൽ റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾ കൂടുതലായി വർദ്ധിച്ചു എന്നതുകൊണ്ടാണ് ബാങ്കിംഗ് ഓഹരികൾ അവിടെ നേട്ടമുണ്ടാക്കിയത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയ റസൽ 2000 മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയത്, 3% ഉയർന്നു. ഇനി വ്യാഴാഴ്ചയാണ് അവിടെ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരാനിരിക്കുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ഇവന്റ് വരുന്നത് ഫെഡറൽ റിസർവിന്റെ ജാക്സൺ ഹോൾ മീറ്റിംഗ് നടക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 21 മുതൽ 23 വരെയാണ്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 0.59% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.13% നേട്ടത്തിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.43% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.35% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.62% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനി യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. FTSEയും CACയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡാക്സ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $1,19,000. ഇനി സ്പോട്ട് ഗോൾഡിലേക്ക് വന്നാൽ ചെറിയ നേട്ടത്തിലാണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 74,360 രൂപയാണ്. ഇനി ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.7%, WTI 1.24%മാണ് ഇടിഞ്ഞത്. ഇന്നത്തെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് 55% ഡിസ്കൗണ്ട് കൂടി ഇപ്പോൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വരാം. 2025 ജൂണിൽ ചില്ലറ വ്യാപാര പണപ്പെരുപ്പം, അതായത് CPI പണപ്പെരുപ്പം 1.55% കുറഞ്ഞു. 2017 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നത്. ഭക്ഷ്യവിലയിലെ കുത്തനെയുള്ള പണപ്പെരുപ്പം, വില സമ്മർദ്ദങ്ങളിലെ പൊതുവായ ലഘൂകരണം, ഉയർന്ന അടിസ്ഥാന പ്രഭാവം എന്നിവയാണ് ഈ ഇടിവിന് കാരണമായത്. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ഇത് ആദ്യമായാണ് പണപ്പെരുപ്പം RBIയുടെ ടാർഗറ്റ് ആയിട്ടുള്ള 2 മുതൽ 6% താഴെ എത്തുന്നത്. 2025 ജൂണിൽ പണപ്പെരുപ്പം 2.1% 2024 ജൂലൈയിലെ പണപ്പെരുപ്പം 3.6% വിദഗ്ധർ പ്രതീക്ഷിച്ചാലും വലിയ ഇടിവാണ് ഇപ്പോൾ ഡാറ്റയിൽ വന്നിരിക്കുന്നത്. RBI 2025 സാമ്പത്തിക വർഷത്തെ പണപ്പെരുപ്പ പ്രവചനം 3.7% നിന്ന് 3.1% കുറച്ചു. ഇൻഫ്ലേഷൻ വളരെയധികം കുറഞ്ഞത് കാരണം പെട്ടെന്ന് RBI ഒരു റേറ്റ് കട്ടിലേക്ക് പോകില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഇനി പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം അപ്പോളോ ഹോസ്പിറ്റൽസ് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41.8% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 432.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.9% വർധനവ് രേഖപ്പെടുത്തി 584.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തത് നൈക്ക എന്ന ഷെയറാണ്. നെറ്റ് പ്രോഫിറ്റിൽ 79.4% വർധനവ് രേഖപ്പെടുത്തി 24.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവ് തന്നെയാണ്. 23.4% വർധനവ് രേഖപ്പെടുത്തി 2154.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഹൊനാസ കൺസ്യൂമറാണ്. നെറ്റ് പ്രോഫിറ്റിൽ 2.6% വർധനവ് രേഖപ്പെടുത്തി 41.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.4% വർധനവും രേഖപ്പെടുത്തി 595.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സ്വിസ്ലോൺ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 7.3% വർധനവ് രേഖപ്പെടുത്തി 324.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 55% വർധനവ് രേഖപ്പെടുത്തി 3131.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് വാബാഗ് എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 65.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.2% വർധനവ് രേഖപ്പെടുത്തി 734 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് പറയാം. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ. നെറ്റ് പ്രോഫിറ്റിൽ 11.8% വർധനവ് രേഖപ്പെടുത്തി 1496 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.7% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 12,294.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് NSDL ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 15.2% വർധനവ് രേഖപ്പെടുത്തി 89.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.5% ഇടിവ് വന്നിരിക്കുന്നു. മറ്റൊരു സ്റ്റോക്ക് RCF ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 404% വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 54.4 കോടി രൂപയാണ്. റവന്യൂവിൽ 23.3% ഇടിവ് വന്നിരിക്കുന്നു. 3370.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് നസാറ ടെക്നോളജീസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 54.2% വർധനവ് രേഖപ്പെടുത്തി 36.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 99.4% വർധനവും രേഖപ്പെടുത്തി. ബോർഡ് ഇപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വളരെ നല്ല റിസൾട്ട് കൊണ്ടുവന്നത് ലാൻഡ്മാർക്ക് കാസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 117.4% വർധനവ് രേഖപ്പെടുത്തി 6.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 27.6% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ PG ഇലക്ട്രോപ്ലാസ്റ്റ്, PNB ഹൗസിംഗ് ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, CSB ബാങ്ക്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, കൽപ്പതാരു, ലക്ഷ്മി ഇന്ത്യ, സമർദ്ദന മദർസൺ ഇന്റർനാഷണൽ, മുത്തൂറ്റ് ഫിനാൻസ്, നുവാമ വെൽത്ത് മാനേജ്മെന്റ്, ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ്, TVS ഇലക്ട്രോണിക്സ്, വിശാൽ മെഗാമാർട്ട് തുടങ്ങിയവ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, അങ്ങനെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. നിങ്ങളുടെ സീറ്റ് ഉടൻ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 3399 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 3508 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.32% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.72% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 0.25% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.55% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.24% നേട്ടത്തിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 2.38% നേട്ടത്തിൽ ഒക്കെ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,623 എന്ന നിലയിൽ 120 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് 60 മുതൽ 65 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 24,487 97 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയെക്കുറിച്ച് കോമൺ ആയി പറയുകയാണെങ്കിൽ ഇന്നലെ 24,500 താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 100 ഡേ EMIക്കും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ ഫോം ആവുന്ന ഡെയിലി ചാർട്ടിലെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ആണ്. ഇന്നലെ അതിൻ്റെ അപ്പർ എൻഡ് ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടു. ഇനി ഒരുപക്ഷെ ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും റിവേഴ്സ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്നും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും നിഫ്റ്റി ഇപ്പോൾ പൊതുവിൽ വീക്ക് തന്നെയാണ്. കാരണം 100 ഡേ EMIക്ക് താഴെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,044 467 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കുറച്ചുകൂടി വലിയൊരു ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈഡ് വേസ് പാറ്റേൺ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു സൈഡ് വേസിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് 54,440 മുതൽ 53,880 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്നത്തെ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഗംഭീര ഓഫർ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് 3000 രൂപയായിരുന്നു ഫീസായിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 55% ഡിസ്കൗണ്ടിൽ 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. പരിമിതമായ സമയത്തേക്ക് മാത്രമായിരിക്കും ഓഫർ ഉണ്ടായിരിക്കുക. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.